ആർക്കാണ് അസഹിഷ്ണുത, ആർക്കാണ് വിമർശനങ്ങളെ ഭയം എന്നാണ് താങ്കൾ ഈ ചർച്ചയുടെ ആദ്യഘട്ടം മുതൽ തന്നെ ചോദിച്ചത്. അന്ന് ഞാൻ പറഞ്ഞു, LDF-നോ CPM നേതാക്കന്മാർക്കോ വിമർശനങ്ങളോട് ഒരു മടിയുമില്ല, കേൾക്കാൻ ഒരു മടിയുമില്ല, ഒരു അസഹിഷ്ണുതയുമില്ല. അത് കേട്ടുകൊണ്ട് തിരുത്തേണ്ടതാണെങ്കിൽ ഞങ്ങൾ തിരുത്തും. അപ്പോൾ ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധി 14 തവണയാണ് എൻ്റെ പേര് ഉപയോഗിച്ചത്. എൻ്റെ പേര് ഉപയോഗിക്കുന്നതിന് കുഴപ്പമുണ്ടായിട്ടല്ല. ഞാൻ എൻ്റെ പാർട്ടിയെ പ്രതിനിധീകരിച്ച് ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ പറയുന്ന ഓരോ വാക്കും എൻ്റെ പാർട്ടിയുടെ വാക്കുകളാണ്. എൻ്റെ പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കാൻ വന്നത്, LDF-ന് വേണ്ടിയിട്ടാണ്. അപ്പോൾ വ്യക്തിപരമായി 14 തവണ എൻ്റെ പേര് കോട്ട് ചെയ്തുകൊണ്ട് അസഹിഷ്ണുത കാണിച്ച് നമ്മൾ കണ്ടല്ലോ. ഈ അസഹിഷ്ണുത ഇത്തരത്തിലുള്ള കോൺഗ്രസിൻ്റെ പ്രവർത്തകർ, ചാനലിൽ വന്നിരിക്കുന്നവർ നടത്തുന്ന ഇത്തരത്തിലുള്ള ഇടപെടലുകൾ തന്നെ കേരളത്തിലെ ജനങ്ങൾ നന്നായി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് DCC പ്രസിഡന്റ് പാലോട് രവിക്ക് വരെ ആ കോൺഗ്രസിൻ്റെ തന്നെ മറ്റു പ്രവർത്തകരോട് പറയേണ്ടി വന്ന വാചകം നമ്മുടെ മുന്നിലുണ്ടല്ലോ. എല്ലാം നശിച്ച് നാറാണക്കല്ല് പിടിച്ചു, 3-ാം സ്ഥാനത്ത് പോലും കിട്ടണമെങ്കിൽ ഇനി വലിയ ത്യാഗം സഹിക്കേണ്ടി വരും, അതുകൊണ്ട് നിങ്ങളൊക്കെ രക്ഷപ്പെട്ടോളാൻ പറഞ്ഞ് നമ്മുടെ മുന്നിലുണ്ട്. കണ്ണൂരിലെ DCC സെക്രട്ടറി തന്നെ പറഞ്ഞ്, അതുപോലെ തൃശ്ശൂരിലെ കോൺഗ്രസ് നേതാവ്, ഇവരൊക്കെ അടുത്ത കാലത്ത് രാജിവെച്ചവരാ. 10-12 പേര് സ്വയം രാജിവെച്ചോ അല്ലെങ്കിൽ രാജി എഴുതി മേടിക്കേണ്ടി വന്നു, കാരണം സത്യം പറഞ്ഞതിൻ്റെ ഭാഗമായി. അതുകൊണ്ട് അജിംസും ഇതിൽ പങ്കെടുക്കുന്നവരും കേൾക്കേണ്ടത് ഈ പറയുന്ന കാര്യങ്ങൾ വസ്തുതാപരമായിട്ടാണ്. താങ്കൾ ഇപ്പോൾ എന്നോട് ചോദിച്ച ചോദ്യം, 2024 5-ാം മാസം ഇത്തരത്തിൽ പ്രോബ് ആവശ്യപ്പെട്ടു, ഗവൺമെന്റ് കൊടുത്തു. ആ 9-ാം മാസം കൊടുത്തു. 2025 ജനുവരിയിലും ഫെബ്രുവരിയിലും പ്രോബ് ആവശ്യപ്പെട്ടു, കൊടുത്തു. മാർച്ച് മാസത്തിൽ വീണ്ടും പ്രോബ് ആവശ്യപ്പെടുമ്പോൾ അപ്പോൾ വില വ്യത്യാസം വന്നു. കൃത്യമായിട്ട് പെട്ടെന്ന് അനുമതി കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. അത് ഈ സിസ്റ്റം എന്ന് താങ്കൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ, ഈ സിസ്റ്റത്തിന്റെ കുറവാണെന്ന് ആദ്യം പറഞ്ഞത് മിസ്റ്റർ ഡോക്ടർ ഹാരിസ് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ പത്രസമ്മേളനങ്ങളും ചാനൽ ചർച്ചകളിലും വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്ക് തന്നെയാണ് സിസ്റ്റത്തിന്റെ കുഴപ്പം. ആ വാക്ക് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി പറഞ്ഞപ്പോൾ അത് വലിയ അപരാധമായി മാറി, ട്രോളായി മാറുന്നു, എപ്പോഴും അദ്ദേഹത്തിനെതിരെ ഉപയോഗിക്കുകയാണ്. ഇന്ന് അദ്ദേഹം പറഞ്ഞു ബ്യൂറോക്രാറ്റ് സിസ്റ്റത്തിന്റെ കുഴപ്പം തന്നെയാണ്, മെല്ലെപ്പോക്ക് തന്നെയാണെന്ന് ഇതേ ആ ഡോക്ടർ ഹാരിസ് തന്നെ ഇന്ന് പത്രക്കാരോട് പറഞ്ഞിട്ടുണ്ട്. റിക്വസ്റ്റ് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി, പക്ഷെ ആ കെടുത്താൻ ഞാൻ ശ്രമിച്ചെങ്കിലും ഈ ബ്യൂറോക്രസിയുടെ പ്രശ്നം കാരണം അത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാവില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതുപോലെ ഗവൺമെന്റിനെ ഞാൻ കുറ്റം പറയുന്നില്ല, ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, കാരണം അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടി. ശ്രദ്ധയിൽപ്പെട്ട ആ ഒരു വില വ്യത്യാസം വന്നപ്പോൾ ആ ഉദ്യോഗസ്ഥന്മാർക്ക് അനുമതി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഞാനിത് സൂചിപ്പിക്കാം, നിങ്ങൾ ഈ ഏറ്റവും മികച്ച ആരോഗ്യ മേഖലയെ അപകീർത്തിപ്പെടുത്താൻ ഇപ്പൊ അങ്ങ് 2 ചോദ്യം ചോദിച്ച് മെറിട്ടുള്ള ചോദ്യമാണ്. ഒരു സാഹചര്യം വന്നു, ഒരു പ്രശ്നം വന്നു, അതിനെ കൃത്യമായി നേരിടുന്ന ഒരു സാഹചര്യത്തിൽ മൊത്തം സിസ്റ്റം പോക്കാണെന്നാണ് പറയുന്നത്. ഇപ്പൊ BJP പ്രതിനിധി ഉണ്ടെങ്കിൽ ചോദിക്കാമായിരുന്നു, അവസാനത്തെ 3 വർഷം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ കൊടുക്കുന്ന ഇപ്പൊ 712 കോടി രൂപയാണ് ഇതേ മെഡിക്കൽ കോളേജിന് വേണ്ടി, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് വേണ്ടി LDF ഗവൺമെന്റ് കൊടുത്തേ. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം 10,739 പുതിയ നിയമനമാണ് ആരോഗ്യ മേഖലയിൽ കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ കൊടുക്കുമ്പോഴും രോഗികളുടെ എണ്ണം കൂടുകയാണ്. 5000 രോഗികൾക്ക് ചികിത്സിക്കാൻ കഴിയും, 7000 8,000 വരുമ്പോൾ ചിലപ്പോൾ സൗകര്യങ്ങൾ ഡിവൈഡ് ചെയ്യേണ്ടി വരും. അപ്പോഴത്തേക്ക് സിസ്റ്റം പ്രശ്നമാണ്, സിസ്റ്റം പ്രശ്നം. ഇപ്പൊ AI ക്യാമറ, ജലമെട്രോ, അതുപോലെ K-ഫോൺ, എത്രയോ പ്രശ്നങ്ങളിൽ ഇവിടുത്തെ UDF നേതാക്കന്മാർ പ്രതിഷേധം സംഘടിപ്പിച്ച് ഇതേ കോടതിയിൽ പോയി. ഇപ്പൊ കോടതിയെ പറ്റി പറയാൻ പാടില്ല എന്നതാണ് പറഞ്ഞത്. കോടതിയെ എതിർക്കേണ്ടതാണെങ്കിൽ എതിർക്കും, പക്ഷെ കോടതി പറഞ്ഞ വാചകം കോട്ട് ചെയ്യാനേ പറ്റില്ല, ഞങ്ങൾക്കെതിരെ പറയുമ്പോൾ കോട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ വിമർശനമൊക്കെ ഞങ്ങൾ കണ്ടു. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ വിമർശിക്കണം, പ്രത്യേകിച്ച് ചാനൽ ചർച്ചകളിലൊക്കെ വന്ന് വിമർശിക്കണം. കേരളത്തിലെ ജനങ്ങളിൽ ഭൂരിഭാഗം ആളുകളും മൊബൈൽ ക്ലിപ്പിങ്ങുകളിലൂടെ തന്നെ ഇതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. അങ്ങനെ കേൾക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വിമർശനം വന്നത് 2019, 20, 21 ഏപ്രിൽ വരെയാണ്. ആ വിമർശനം വന്നപ്പോൾ ജനങ്ങൾ കൃത്യമായിട്ട് അങ്ങ് പ്രതികരിച്ചു. ആ പ്രതികരിച്ചപ്പോഴാണ് ഞങ്ങൾ 91 സീറ്റിൽ നിന്ന് 99 മാറിയത്, 42% നിന്ന് 45.3 മാറിയത്. അതുകൊണ്ട് പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു, നിങ്ങൾ വിമർശിച്ചോളുക, പക്ഷെ നിങ്ങളുടെ വിമർശനത്തെ ഞങ്ങൾ തള്ളിക്കളയല്ല. അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് ഏതെങ്കിലും തിരുത്തേണ്ടതാണോ കൃത്യമായി തിരുത്തി അത് ജനങ്ങളെ ഞങ്ങൾ ബോധ്യപ്പെടുത്തും. കൃത്യമായി പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കും, ഇന്നതാ ഞങ്ങൾ നടപ്പാക്കിയത്, ഇന്നത് ഞങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇന്നത് നടപ്പാക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുകളുണ്ട്, പക്ഷെ എന്നാലും ഞങ്ങൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു പട്ടിണിയില്ലാത്ത, ദരിദ്രമില്ലാത്ത ഒരു കേരളം നവംബർ 1 പുലരുകയാണ്. അത് നിങ്ങളുടെയൊക്കെ വിമർശനം കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ്, മാധ്യമങ്ങളുടെയൊക്കെ ചൂണ്ടിക്കാണിക്കൽ കൂടി ഞങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം ഞങ്ങൾ പോസിറ്റീവായിട്ടേ കാണുകയുള്ളൂ. ഈ പ്രശ്നം തീർന്ന പ്രശ്നമാണ്. അന്വേഷണങ്ങളെല്ലാം കൃത്യമായിട്ട് നിയമപരമായിട്ട് അവസാനിക്കും. എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും കൂട്ടിയോജിപ്പിച്ച് കൂടെ നിർത്തും ഞങ്ങൾ. അതാണ് ഗവൺമെന്റിന്റെ പോളിസി. ശരി. സമയം തീരെയാണ്. VR അനൂപ്, ഒറ്റ ചോദ്യം, ഈ BJP വിമർശിച്ചാണോ നിങ്ങൾ തൃശ്ശൂർ വിമർശിക്കും തോറും ഭരണം കിട്ടുന്നു? BJP വിമർശിച്ചാൽ
സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചു, നിങ്ങൾ ബി ജെ പി CPM വിമർശിക്കാതിരിക്കുന്നു. 14 പ്രാവശ്യം ഞാൻ അരുൺകുമാർ എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ വളരെ ബഹുമാനത്തോടു കൂടി പേരെടുത്താണ് പറഞ്ഞത്. ഞങ്ങൾ അഭിഭാഷകരാണ്. അദ്ദേഹത്തെ ഇനി കോടതി മുറിയിലെ പോലെ ജഡ്ജിയെ വിളിക്കുന്ന പോലെ യുവർ ഓണർ എന്നോ എന്ന് പറയണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തെ ഞാൻ പരനാറി എന്നല്ലോ പറഞ്ഞത്, അരുൺകുമാർ എന്നല്ലേ. ഇതിനകത്ത് അദ്ദേഹത്തിന് ഇത്ര വലിയ മുറിവേൽക്കാൻ എന്താണ് ഇരിക്കുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ വിമർശനങ്ങൾക്ക് അദ്ദേഹം പ്രതിപക്ഷ നേതാവ് പരാമർശിച്ചുകൊണ്ട് പറയുന്നതാണെന്നേ. അല്ല, ഞാൻ പറയട്ടെ അരുൺകുമാറെ, ഞാൻ പറയട്ടെ, എന്റെ ഊഴത്തിൽ ഞാൻ പറയുകയല്ലേ. ഞാൻ താങ്കൾ പറയുന്ന കാര്യങ്ങൾക്ക് പേരെടുത്ത് മറുപടി പറയാനല്ല എന്റെ പാർട്ടി എന്നെ നിയോഗിച്ചിരിക്കുന്നത്. താങ്കൾ പറഞ്ഞത് ശരി അങ്ങുന്നേ ശരി എന്ന് പറഞ്ഞു പോകാനാണോ ഞാൻ എന്നെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത്? താങ്കൾ CPM പ്രതിനിധി ആയിക്കൊണ്ട് അരുൺകുമാർ ആയിക്കൊണ്ട് അങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. താങ്കളെ കൂട്ടുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ബാലിശമായ ആരോപണങ്ങൾ അനൂപ്, അരുൺകുമാർ പറയുന്നതാണ് നിങ്ങൾ നിരന്തരം പിണറായിയെ വിമർശിച്ച് അദ്ദേഹത്തിന് തുടർഭരണം ഉണ്ടാക്കി കൊടുത്തു എന്നാണ്. നിങ്ങൾ BJP വിമർശിക്കുന്നതുകൊണ്ടാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത്? ഇതാണ് ചോദ്യം. താങ്കൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്?